BJPക്ക് ഒരു മേയറെ തിരുവനന്തപുരത്ത് കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് CPM-ന് അവകാശപ്പെട്ടതാണ്, വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല. തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർ ചെയ്തെന്താണ്? പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അസംബ്ലി തൂത്തുവാരും കേരളത്തിൽ. ഇത് ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ വളരെ വിവേകത്തോടുകൂടി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിൻ്റെ ഇരട്ടി ഇതിലൊക്കെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾക്കറിയാം, ഇത് രാഷ്ട്രീയ വോട്ടിംഗാണ് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, പൊളിറ്റിക്കൽ വോട്ടിംഗാണ് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത്. അതുകൊണ്ട് അസംബ്ലി UDF തൂത്തുവാരിയിരിക്കും. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും ചിട്ടയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് അസംബ്ലിയിലും ഉജ്ജ്വല വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ ജില്ലകളിലും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അദ്ദേഹത്തിന് ദാർഢ്യത്തിന് കിട്ടിയ മറുപടിയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ അന്നത്തെ ദിവസം പോലും മുഖ്യമന്ത്രി ഉപയോഗിച്ച ലാംഗ്വേജ് നിങ്ങൾ കണ്ടില്ലേ? വികൃതമായ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവനാണ് മോശം എന്ന് പറയുന്ന ഒരു സ്ഥിതി അദ്ദേഹം നടത്തിയത് കണ്ടില്ലേ? അപ്പോൾ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും എല്ലായ തിരിച്ചടി തന്നെയാണ് ഇതെന്നുള്ളത് സംശയം വേണ്ട. അദ്ദേഹം ഞങ്ങളെല്ലാം വെല്ലുവിളിച്ചു, എന്നെ വെല്ലുവിളിപ്പിച്ചു. നിങ്ങളറിയാം, നിങ്ങളെല്ലാം ഡൽഹിയിലെ പത്രക്കാരാണ്. UDF MP-മാർ കേരളത്തിലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞെന്താണ്? UDF MP-മാർ കേരളത്തിൻ്റെ ആവശ്യം ഉന്നയിക്കും. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു, അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു തരണം. അദ്ദേഹത്തിന് ഏത് തീയതി ആയാലും ഞങ്ങൾ തയ്യാറാണ്. ആവട്ടെ, സംവാദം, കേരളത്തിന് വേണ്ടിയുള്ള സംവാദമാവട്ടെ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ വിമർശനങ്ങളും ഞങ്ങൾക്ക് ഗുണമായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ അതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയും CPM ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലൊക്കെ ഉന്നയിച്ചിരുന്ന ലൈംഗിക പീഡന കേസുകളായിരുന്നു. അത് അല്ല, അതിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടിനെയാണ് ജനം അംഗീകരിക്കുന്നത്. അക്കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ CPM-നെ പോലെ അല്ല എന്നുള്ളത് വ്യക്തമാണ്. അല്ല, ആ വാർഡ് ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നതാണ്. മുമ്പ് തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അത് LDF-ഉം UDF-ഉം ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. പക്ഷേ ആലപ്പുഴ മുനിസിപ്പാലിറ്റി വലിയ മുന്നേറ്റമാണ് UDF നടത്തിയത്. മനസ്സിലായല്ലോ? ഓക്കെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഡിസംബർ 14 രാംലീല മൈതാനം കാണുന്നത് ഏറ്റവും മികച്ച വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണ വേദിയായിരിക്കും. 5 കോടി ഒപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ജനങ്ങളിൽ നിന്നും വോട്ട് ചോരിക്കെതിരായിട്ട്. ആ വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ഒപ്പ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമാണ് രാംലീല മൈതാനിൽ നടക്കുന്നത്. ഇത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് നിവേദനം കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഈ ഒപ്പുകൾ സഹിതം രാഷ്ട്രപതിക്ക് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. നിങ്ങൾക്ക് മെഷീൻ റീഡബിൾ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കണം. എന്താണ് കുഴപ്പം? രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ്. 2 CCTV ഫോട്ടേജ്. നിങ്ങൾ മനസ്സിലാക്കിയോ? അമിത്ഷാ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞ് കോടതിയിൽ പോയാൽ കിട്ടില്ല എന്നാണ്. പഞ്ചാബ് ഹരിയാന കോടതിയാണ് പറഞ്ഞത് കൊടുക്കാൻ. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡർ ഇറക്കിയത്. CCTV ഫുട്ടേജ് 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കണം എന്നല്ലേ. വീണ്ടും അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ പോയാലും കിട്ടും. എന്ത് ബാലിശമായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ CCTV ഫുട്ടേജ് 45 ദിവസം കഴിഞ്ഞാൽ കൊടുക്കില്ല എന്നുള്ള ഉത്തരവ് പിൻവലിക്കണം. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുകൾ കൊടുത്ത ഈ ഇമ്മ്യൂണിറ്റി ഒഴിവാക്കണം. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിട്ടുള്ള വ്യാപകമായ പരാതികൾ അവസാനിപ്പിക്കാൻ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള സംവിധാനം എല്ലാ തലങ്ങളിലും ഉണ്ടാക്കണം. അത് സാങ്കേതിക വിദഗ്ധരെ പ്രത്യേകമായിട്ടുണ്ടാക്കണം. അവരെ കാണിച്ചുകൊണ്ട് അതുണ്ടാക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, അത് ഞങ്ങൾ ലോക്സഭയിലും ആവശ്യപ്പെട്ടു, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റാലി. ഇത് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും.